ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എയർ ഫ്രയറിൽ എങ്ങനെ നമുക്കൊരു കേക്ക് ചെയ്തെടുക്കാമെന്നാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബനാന കേക്കാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കപ്പിൽ, അതായത് 125 ml ഒരു ബൗളിൽ ഞാനൊരു അര കപ്പോളം പഞ്ചസാര എടുത്ത് അതിനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് നേന്ത്രപ്പഴമാണ്, നമ്മുടെ ഏത്തമ്പഴം. നമ്മൾ തെക്കേറ്റത്തുള്ളവരൊക്കെ പറയുന്ന പോലെ ഏത്തമ്പഴമാണ് എടുക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രത്താണ്, അപ്പം അതുകൊണ്ടാണ് ഏത്തമ്പഴം എന്ന് പറഞ്ഞത്. അപ്പം ഏത്തമ്പഴം ആണ് എടുക്കുന്നത്. സാധാരണ എല്ലാവരും നോർമൽ പഴത്തിലാണ് ഉണ്ടാക്കുന്നത്, ഞാനിന്ന് ഏത്തപ്പഴത്തിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മിക്സി ജാറിൽ തന്നെ നമ്മൾ ഈ പഴം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. എയർ ഫ്രയറിൽ അധികം ആരും യൂസ് ചെയ്യില്ലാന്ന് തോന്നുന്നു, എന്നാലും ഒത്തിരി പേരെ കയ്യിലുണ്ട്. പക്ഷേ നല്ല യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് നമുക്ക് നോർമലി കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ഇതിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല മുകളിലൊക്കെ നല്ല ബ്രൗൺ കളറിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്തെടുക്കാൻ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നത്, അപ്പോൾ ഞാൻ കൂടുതൽ അതിനെപ്പറ്റിയുള്ള റിവ്യൂ പറയാം. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ മോൾഡ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം, പേപ്പറൊക്കെ വെച്ചിട്ട് എണ്ണ തേച്ച്. എന്നിട്ട് അരച്ച് വെച്ചത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മുട്ടയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. അതിനുശേഷം നമ്മുടെ വാനില എസൻസ് ഉണ്ടല്ലോ, അതൊരു 1/4 സ്പൂണ് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പതഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനതിൽ കുറച്ച് ചില വീഡിയോസൊക്കെ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കുന്നവരായിരിക്കുമല്ലോ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാലാണ് ഒഴിക്കുന്നത്. ഞാൻ കുറച്ച് ബൂസ്റ്റ് ചേർത്ത്, നമ്മുടെ നോർമൽ പാലുണ്ടല്ലോ പച്ചപ്പാൽ, അതിൽ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് ഞാനങ്ങ് ഒഴിക്കുകയാണ്. അത് പിന്നെ നമ്മൾ അതുപോലെ 2 സ്പൂണ് പാലൊഴിച്ചതിന് ശേഷം ഒരു 1-2 സ്പൂണ് നമ്മൾ അതിലേക്ക് എണ്ണയും കൂടെ, നമ്മുടെ വെജിറ്റബിൾ ഓയിലുണ്ടല്ലോ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറേശ്ശായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടി ചേർക്കുന്നുണ്ട്. എന്താണ്, നമ്മുടെ മൈദ മാവും പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്ലോ ആയിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് എല്ലായിടവും നമ്മുടെ മാവും മുട്ടയും പഴമൊക്കെ നല്ല മിക്സായി വരുന്ന, നല്ല ഇതായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ എയർ ഫ്രയർ ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കണം. നമ്മൾ ഓവനിലൊക്കെ ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഒരു 5-നും 10-നും ഇടയിൽ ഒരു 7 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മോൾഡ് എടുത്ത് അകത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മിക്സ് എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂണോളം ചോക്ലേറ്റ് ചേർത്ത് ഈ ഒരു മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു 2 ടൈപ്പ് കളറൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ഏത്തമ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. പതുക്കെ ഞാൻ ഒന്ന് സ്പീഡിൽ കാണിക്കുകയാണ് വീഡിയോ. നല്ല സ്ലോവിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് കുറച്ച് കട്ടിയായിട്ട് തോന്നുമെങ്കിൽ കുറച്ച് പാല് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ആദ്യം മിക്സ് ചെയ്ത നോർമൽ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പം നമുക്ക് ഏതൊരു രീതിയിലുള്ള കേക്കും ഇതിൽ ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്യുന്നതൊന്ന് പഠിച്ച് വെച്ചാൽ മതി. നമുക്ക് ആദ്യമൊക്കെ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയെന്ന് വേണമെങ്കിൽ പറയാം ഈ എയർ ഫ്രയർ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ആദ്യം മിക്സ് ചെയ്ത ആ വൈറ്റ് പോർഷനും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം രണ്ട് ഡിസൈൻ ആവുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണോ ചെയ്തെടുക്കാം. നോർമൽ വാനില കേക്ക്, ബനാന അല്ലാതെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമുക്കിപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം. കാരണം എയർ ഫ്രയറിൽ നമുക്ക് അധിക സമയം എടുക്കുന്നില്ല. എനിക്കൊന്ന് ഗ്യാസിൽ വയ്ക്കുന്ന അത്രയും സമയം എടുക്കുന്നില്ല, പെട്ടെന്നായി കിട്ടുന്നുണ്ട്. അതുപോലെ കാണാനും നല്ല ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ആ ഒരു കേക്കിൻ്റെയൊക്കെ ആ ഒരു ഭംഗി കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്ത ഈ ഒരു എയർ ഫ്രയർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേറെ സെറ്റിങ്സ് ഒന്നുമില്ല, നമുക്ക് എപ്പോൾ വേണോ അത് തുറന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പം 180ലാണ് ഞാൻ വയ്ക്കുന്നത്. 180ൽ ഒരു 15 മിനിറ്റ്സ് മതി. ഞാൻ 20 മിനിറ്റ്സാണ് വയ്ക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റും കൂടെ വെച്ചപ്പോഴത്തേക്കും സാധനം സെറ്റായിട്ട് കിട്ടി. അപ്പം നമ്മൾ ഓൾറെഡി ഫ്രീ ഹീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടി. നമുക്ക് നമ്മൾ ഇതിൽ തന്നെ അങ്ങ് കുക്കായി കിട്ടി. ഒരു 10 to 12 മിനിറ്റിൽ തന്നെ സാധനം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ ഒരു 20 മിനിറ്റ്സ് ഒന്നും വേണ്ട, ഒരു 15 മിനിറ്റ്സ് മതി. അതിനുള്ളിൽ തന്നെ ഫ്രീ ഹീറ്റും നമുക്ക് കുക്ക് ചെയ്ത് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ കുത്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വളരെ ഈസിയിൽ തന്നെ എയർ ഫ്രയറിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.